നമസ്കാരം. കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തിരിച്ചടിയാണ് CPM-ന് ഉണ്ടായിട്ടുള്ളത്. ആ തിരിച്ചടിക്ക് കാരണം കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദി 100% പിണറായി വിജയനാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലെ പാർട്ടിയെ കൈയടക്കി തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളിച്ച് താൻ ചെയ്യുന്ന തട്ടിപ്പുകളും വെട്ടിപ്പും കൊള്ളയ്ക്കെല്ലാം മറയാക്കി മാറ്റി പാർട്ടിയെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പിണറായി വിജയൻ ചെയ്തത്. ഒരു സാധാരണ CPM പ്രവർത്തകൻ കാണിക്കേണ്ട സദാചാര മൂല്യങ്ങളടങ്ങിയ ജീവിത രീതി മറന്ന് ആഡംബര കുത്തക മുതലാളിമാരെ പോലെ ജീവിക്കുകയും ഏകാധിപതിയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കാരണം അദ്ദേഹം 2005 മുതൽ ഘട്ടം ഘട്ടമായി കേരളത്തിലെ ഇടതുപക്ഷ ചിന്താഗതിക്കാരായ CPM-ൻ്റെ നയങ്ങളെ മറികടന്ന് വലതുപക്ഷ വ്യതിയാനം ഉണ്ടാക്കുകയും അദ്ദേഹം കുത്തക മുതലാളിമാരുമായിട്ട് ചങ്ങാത്തത്തിൽ ഏർപ്പെടുകയും കേരളത്തിലെ പല പദ്ധതികളിലും ഉണ്ടായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ അടിച്ചു മാറ്റി വിദേശത്ത് ഇത്തരം കുത്തക മുതലാളിമാരുടെ കമ്പനികളിൽ ഷെയർ എടുക്കുകയും അവിടെ പദ്ധതികളിൽ പണം മുടക്കുകയും അങ്ങനെ മക്കളെയും 2 മക്കളെയും സുരക്ഷിതമാക്കുകയും ചെയ്ത് പിണറായി വിജയൻ സുരക്ഷിതനായി എന്നുള്ളതാണ് സത്യം. കേരളത്തിൽ പാർട്ടി തകർന്നാലും തകർന്നില്ലെങ്കിലും യാതൊന്നും പിണറായി വിജയന് സംഭവിക്കാൻ പോകുന്നില്ല. 10 വർഷം കേരള ചരിത്രത്തിൽ അദ്ദേഹം CPM കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. 1998 മുതൽ അദ്ദേഹം ഇങ്ങോട്ട് 2016 വരെ അദ്ദേഹം ആരായിരുന്നു? കേരളത്തിലെ CPM-ൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഇത്രയധികം CPM-നെ നയിച്ച, ഇത്രയധികം കേരളത്തെ നയിച്ച മറ്റാരുണ്ട്? ആ പേര് അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു MLA ഇരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഒരു പ്രതിപക്ഷ നേതാവായിട്ടും മൂലയ്ക്കിരിക്കാനും താല്പര്യമില്ല. കാരണം അത്രയും ശോചനീയമായ അവസ്ഥയാണ്. അവിടെ പോയാൽ എല്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ MLA-മാർ, അതേപോലെ KM ഷാജിയെ പോലുള്ള ആളുകൾ വലിച്ചു കയറി ഒട്ടിക്കും. അതിന് എന്തിനാണ് ഇനി പോയി നിൽക്കുന്നത്? അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഏത് സമയത്താണ് തൂക്കിയെടുത്ത് കൊണ്ടുപോവുക എന്നറിയാമോ? എന്നാൽ ഇപ്പോൾ ഏറ്റവും അവർ നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത് CPM-ൽ നിന്ന് പോയ G. സുധാകരനും V. കുഞ്ഞികൃഷ്ണനും അതേപോലെ TK ഗോവിന്ദനും നടത്തുന്ന അതിശക്തമായ പ്രത്യാക്രമണമാണ്. ഇലക്ഷനിൽ തളിപ്പറമ്പിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിനും അതേപോലെ പയ്യന്നൂർ എന്ന് പറയുന്ന അതിശക്തമായ മാർക്സിസ്റ്റ് കോട്ട പൊളിച്ച് അവിടെ നിന്ന് ജയിച്ച V. കുഞ്ഞികൃഷ്ണനും അവർ തീയിടുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ. അതായത് തീ കൊളുത്തുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ സാധാരണ വികാരത്തെ. അതിൻ്റെ ഭാഗമായി ഇന്നലെ TK ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട് സന്ദർശിച്ചു. അവരുടെ ഭാര്യ തന്നെ അതിനുള്ള ഏർപ്പാട് ചെയ്തു. ആദ്യം തന്നെ V. കുഞ്ഞികൃഷ്ണൻ നടത്തിയ പത്രസമ്മേളനം ഒന്ന് കേൾക്കാം. സെക്രട്ടറി അല്ല അപകടം. ഇന്ന് കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആര്? ഈ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് മറ്റുള്ളവർ സന്നദ്ധമാകുന്നില്ല എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു സെക്രട്ടറിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് സെക്രട്ടറി മാറിയത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. പാർട്ടിക്കകത്ത് ശരിയായ നിലയിൽ തുറന്നു പറച്ചിലും ചർച്ചയും ആവശ്യമാണ്. ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന ശരിയായ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം ആണുണ്ടാകേണ്ടത്. ഇതൊരാൾ പ്രഖ്യാപിക്കുകയും അത് തീരുമാനമായി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദമാണല്ലോ വലിയ ചർച്ചയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ തെറ്റുതിരുത്തലൊക്കെ വരുമ്പോൾ വീണ്ടും ആ ഫണ്ട് വിവാദം അത് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് നിങ്ങൾ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരി എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞല്ലോ. ഇതിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക എന്നത് ഒരു സാമാന്യ നീതിയാണ്. അപ്പോൾ അത് അവരെ ശിക്ഷിക്കപ്പെടാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ എന്ത് തെറ്റ് തിരുത്താനാണ്? അപ്പോൾ ആ നിലയിലുള്ള സമീപനം CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നൊന്നും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ തയ്യാറാകുന്ന പാർട്ടി ആയിരുന്നു. അങ്ങനെ തയ്യാറാകേണ്ടുന്ന പാർട്ടിയാണ്. പക്ഷേ കുറച്ച് കാലമായി അത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. കാരണം ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കാണാൻ സാധിക്കാത്ത പ്രവണതകളല്ല ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിനു മുമ്പ് ഇങ്ങനെ കൂട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ
ആ പാർട്ടിക്കെതിരെ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ജി സുധാകരൻ, അതുപോലെ തന്നെ ടി കെ ഗോവിന്ദൻ മാഷ്, അതുപോലുള്ള നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിനെതിരായി പരസ്യമായി രംഗത്ത് വന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കൂടാനാണ് പോകുന്നത്. കേട്ടല്ലോ, ടി കെ ഗോവിന്ദൻ ഇന്നലെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ പോയി ശേഷം ഭാര്യ വിനോദിനി പറഞ്ഞത് എന്താണ്? എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ സ്വീകരിക്കും, ഗോവിന്ദേട്ടനുമായി ഞാൻ നല്ല ബന്ധമാണ്, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. ആരെന്ത് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന പ്രശ്നമല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പ്രദേശത്തേക്ക് ആരും തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ്. ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും ശരിക്കും പറഞ്ഞാൽ CPM തീ കൊളുത്തിരിക്കുന്നു. സാധാരണ പ്രവർത്തകർ ആകെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും കാലം അവർ അടിച്ചമർത്തപ്പെട്ട പോലെ, അടിമകളെ പോലെ കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് കൃത്യമായി അവർ വിളിച്ചു പറയുകയാണ്. അതെ, ഈ നേതാക്കന്മാരാണ്, ഈ കാലന്മാർ CPM-നെ തകർത്ത് തരിപ്പണമാക്കിയത് പിണറായി വിജയനും അതേപോലെ ഗോവിന്ദനുമാണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്തിന്? ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട എറണാകുളം മുൻ MP ആയ സെബാസ്റ്റ്യൻ പോൾ കൃത്യമായി പറയും, പിണറായി വിജയനാണ് കള്ളൻ, പിണറായി വിജയനാണ് ഈ ഭരണം നശിപ്പിച്ചത് എന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടിയിൽ തീയിട്ടിരിക്കുകയാണ് ടി കെ ഗോവിന്ദനും അതേപോലെ നമ്മുടെ വി കുഞ്ഞികൃഷ്ണനും. നമ്മൾ ഇപ്പോൾ വിനോദിനി പറഞ്ഞ കാര്യം കൂടി നമുക്ക് കേൾക്കാം. എന്തിനാ ഞാൻ ദുഃഖിക്കുന്നത്? അത് പറയൂ. നിങ്ങൾ എന്നെ കൊണ്ടത് സന്തോഷമാണെന്ന് പറയാനോ? ഞാൻ പാർട്ടി വിരുദ്ധയാണ് എന്ന് കാണിക്കലാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. എന്താ അങ്ങനെ പറഞ്ഞു? എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നേ? ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടല്ലേ വിജയിച്ചത്, അല്ലേ? അതുകൊണ്ട് വെറുതെ മാറ്റി ഞാൻ വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പം ജനങ്ങളുടെ ഇതിനെ ഞാൻ മാനിക്കണ്ടേ? ഞാൻ ജനവിധി മാനിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞങ്ങളെ കുടുംബവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് ഗോവിന്ദേട്ടൻ ഇവിടെ വന്നത്. പാർട്ടി ഒന്നും നോക്കിയിട്ടായിരിക്കില്ല അദ്ദേഹവും വന്നത്, ഞങ്ങളും സ്വീകരിച്ചത്. ഞങ്ങളെ വീട്ടിൽ ആര് വരുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കും. അത് ഞങ്ങളെ മറക്കാത്തത് കൊണ്ട്, ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതല്ലേ. അവർ എത്ര പാർട്ടിക്കാർ ഇവിടെ വരുന്നുണ്ട്, എത്ര ജനങ്ങൾ വരുന്നുണ്ട് ഇവിടെ, എത്രയോ ജനങ്ങൾ ഇപ്പോഴും. ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ് ആ മ്യൂസിയം, ഞാൻ ഉണ്ടാക്കി വെച്ചത് ആ സ്റ്റാച്യു. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ. ഇപ്പം നിങ്ങൾക്ക് ആ ബുക്കിൽ ഒപ്പിട്ടെന്നൊക്കെയല്ല അറിയാം, എത്ര ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണാൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളോടോ അദ്ദേഹത്തോടോ ഉള്ള സ്നേഹം കൊണ്ട് വന്നതല്ലേ. അപ്പം ആര് വന്നാലും ഞാൻ സ്വീകരിക്കും. എൻ്റെ വീട്ടിൽ വന്നാൽ അതിൽ പാർട്ടിയൊന്നും ഞാൻ നോക്കില്ല. പാർട്ടിയുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതാരെ ഗോവിന്ദ മാഷ് നമ്മൾ മാറ്റി നിർത്തേണ്ട ആളാണോ? അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ വീട്ടിൽ വരുന്ന ആരും പാർട്ടി മാറ്റി നിർത്തിയ ഒരാളാണ് ഗോവിന്ദ മാഷ്. അയ്യോ, അതെൻ്റെ വിഷയമല്ല, അതെനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിൽ വരുന്ന ആളെ ഞാൻ സ്വീകരിക്കും. നേതാക്കളെ വർഗവഞ്ചകൻ, ഒറ്റുകാരൻ എന്നൊക്കെ വിളിച്ച ഒരാളാണ് ടി കെ ഗോവിന്ദൻ. ഞാൻ വിളിക്കില്ല. മാറ്റി നിർത്തേണ്ടതല്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ വരുന്ന ആളാ ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കും. ഈ പറഞ്ഞ വാചകങ്ങളൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അത്രയേ ഉള്ളൂ. വർഗവഞ്ചകൻ എന്ന് വിനോദിനെ വിളിക്കില്ല. ഞാൻ വിളിക്കില്ല, ഒരിക്കലും ഇല്ല, നെവർ. വലിയൊരു വിജയമാണ് തളിപ്പറമ്പിൽ നേടിയിരിക്കുന്നത്. പാർട്ടിക്കെതിരെയാണ്. അതിനൊക്കെ എങ്ങനെ കാണുന്നത്? അതൊന്നും ഞാനിപ്പോൾ പറയില്ല. പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ട ആളല്ല ഞാൻ. ഇപ്പം ഞാനൊന്നും അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഏകദേശം ഒരു കൊല്ലത്തോളം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട്. ഞാനതൊന്നും മറക്കില്ല. അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ വേണ്ടെന്ന് പറയാം. എനിക്ക് വലിയ ഇഷ്ടമാണ് കുടുംബത്തോട്, അതിലൊരു തർക്കമില്ല. ഈ മാഷ് പാർട്ടി വിട്ട് പോയപ്പോൾ മാഷക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. ടി കെ ഗോവിന്ദൻ മാഷ് അതിനൊക്കെ കാണുമ്പോൾ വിഷമം തോന്നി. അയ്യോ, എനക്കൊന്നും തോന്നാതെ എന്താ പറയുക, ഞങ്ങൾക്കെതിരെ ഉണ്ടായതുപോലെ ആർക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിലോ അല്ലെ നിങ്ങളുടെ ഈ മീഡിയയിലോ ഒന്നും ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ലേ? ഇപ്പം അതെല്ലാം ശീലിച്ചു പോയി. പറഞ്ഞോട്ടെ, പാർട്ടിക്കാർ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളതൊക്കെ ശീലിച്ചു പോയി. ആരെ കൊണ്ട് പറയുമ്പോൾ എനിക്കറിയാം ഇല്ലല്ല 2 ദിവസം ആയുസേ ഉള്ളൂ. അത് പറഞ്ഞോട്ടെ, അതൊന്നും വിഷയമല്ല. എന്തിനാ ഞാൻ ദുഃഖിക്കുന്നത്? അത് പറയൂ. നിങ്ങൾ എന്നെ കൊണ്ടത് സന്തോഷമാണെന്ന് പറയാനോ? ഞാൻ പാർട്ടി വിരുദ്ധയാണ് എന്ന് കാണിക്കലാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. എന്താ അങ്ങനെ പറഞ്ഞു? എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നേ? ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടല്ലേ വിജയിച്ചത്, അല്ലേ? അതുകൊണ്ട് വെറുതെ മാറ്റി ഞാൻ വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പം ജനങ്ങളുടെ ഇതിനെ ഞാൻ മാനിക്കണ്ടേ? ഞാൻ ജനവിധി മാനിക്കുന്നു.
വിനോദിച്ച് ഒറ്റൊരു കാര്യം കൂടി, അതായത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദ മാഷക്ക് ഇങ്ങനെ പാർട്ടിന്റെ പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയുന്നുണ്ടല്ലോ. അങ്ങനെ വിനോദിച്ച് എന്താണ്, നിങ്ങൾ ഈ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കോടിയേരി തടയുമായിരുന്നു, കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ? ഉറപ്പായിട്ടും തടയുന്ന എനിക്ക് തോന്നുന്നു. തടയും. ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. എനിക്കറിഞ്ഞൂടെ ഇപ്പോഴത്തെ ആൾക്കാരും തടയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. അതൊന്നും എനിക്കറിയാത്ത സബ്ജക്റ്റല്ലേ. ഞാനിവിടെ വീട്ടിലിരിക്കുന്ന ആളല്ലേ, എനിക്കറിയാത്ത കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കില്ല. ഇതിനകത്ത് ഇപ്പം ഗോവിന്ദ മാഷ സ്വീകരിച്ചതിൻ്റെ അകത്ത് പാർട്ടി അണികൾക്കിടയിൽ ഒരു വിമർശനം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഐ ഡോണ്ട് കെയർ. എന്തായി പറയുന്നത്? എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ മ്യൂസിയം എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടത് എൻ്റെ പാർട്ടിക്കാൾ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. അത്രയേ ഉള്ളൂ. നെവർ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അതെല്ലാം ഒരു അർത്ഥശൂന്യമായ ചോദ്യങ്ങളും ഞാൻ അതിന് ഉത്തരം പറയാനും പാടില്ല. അതൊന്നും എന്നെ ബാധിക്കില്ല. ഇവിടെ വന്നിരുന്നല്ലോ, PK ശ്യാമള ടീച്ചർ എന്നെ കാണാൻ വന്നിരുന്നല്ലോ സ്ഥാനാർത്ഥിയായപ്പം. ഈ കണ്ണൂർ ജില്ലയിലെ 8 സ്ഥാനാർത്ഥികളും എല്ലാം കാണാൻ വന്നിരുന്നല്ലോ. ഞാൻ വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചിരുന്നല്ലോ. എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാരോടെല്ലാം ഞാൻ അങ്ങനെ പെരുമാറും. അതായത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി എനിക്കെതിരെ പറയുന്നവരല്ലേ, പാർട്ടീൻ്റെ എല്ലാവരും വരുമ്പോൾ ഞാൻ അങ്ങനെയല്ലേ പറയുന്നുള്ളൂ. ഞാൻ അത്രേ ഇതിലെല്ലാം കാണുന്നുള്ളൂ.